തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് ഭർത്താവ് കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത്. ഇൻക്വസ്റ്റിനിടെയാണ് പോലീസിന് സംശയം തോന്നിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും ചേരുന്നത്. ലെവിൻ, എങ്ങനെയാണ് പോലീസ് ഒരു സംശയത്തിലേക്ക് എത്തിയത്? എന്താണ് സംഭവം? സ്വാതി, ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഈ സംഭവങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30 വരന്തരപ്പള്ളിയിലുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിലേക്ക് ഈ കുഞ്ഞുമോൻ ഭാര്യ ദിവ്യയുമായി എത്തുന്നു. ഭാര്യയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി, നെഞ്ചുവേദന ഉണ്ടായി എന്ന് പറഞ്ഞാണ് ഡോക്ടറെ സമീപിക്കുന്നത്. ഡോക്ടർ പരിശോധിച്ചപ്പോൾ ദിവ്യയെ മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. മരണം സ്ഥിരീകരിച്ച ഡോക്ടർ ദിവ്യ മരണപ്പെട്ടതായി കുഞ്ഞുമോനെ അറിയിക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് ഇയാൾ ബോഡിയുമായി മടങ്ങിയെത്തുന്നു. കുഞ്ഞുമോൻ മടങ്ങിയെത്തിയതിനു ശേഷം തൊട്ടയൽവാസികളായിട്ടുള്ള ആളുകളെയാണ് അറിയിക്കുന്നത്. ആളുകളെ അറിയിച്ചു, ഭാര്യ മരിച്ചു എന്നുള്ള നിലയിൽ അറിയിക്കുന്നു. പിന്നീട് ബന്ധുക്കളെ അറിയിക്കുന്നു. ഇവർ താമസിക്കുന്ന വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പോലീസുകാരും ഈ വിവരം സ്വാഭാവികമായി അറിയുന്നു. 34 വയസ്സാണ് ഈ മരിച്ച ദിവ്യയ്ക്കുള്ളത്. ഈ പ്രായത്തിലൊരു യുവതി മരിക്കാനിടയായ സാഹചര്യം എന്തെന്ന് പോലീസിന് സ്വാഭാവികമായും സംശയം തോന്നുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്നു, ഈ മൃതദേഹമടക്കം പരിശോധിക്കുന്നു. ചില സംശയങ്ങൾ ഉണ്ടായതോടുകൂടി ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്നു. അതിനുശേഷം കുഞ്ഞുമോൻ്റെ ബന്ധുക്കൾ രാത്രിയോടുകൂടി വീട്ടിലെത്തുന്നു. അന്ന് രാത്രി മുഴുവൻ മൃതദേഹം വീട്ടിലാണ് ഉള്ളത്. പിറ്റേ ദിവസം ഇന്ന് രാവിലെ ഫോറൻസിക് വിദഗ്ധരടക്കം വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കുഞ്ഞുമോൻ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് കുഞ്ഞുമോനെയും 11 വയസ്സുകാരനായ മകനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത് രണ്ടുപേരെയും ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ദിവ്യയുടെ കഴുത്തിൽ ഒരു പാടും സംശയത്തക്ക രീതിയിൽ കണ്ടെത്തുന്നു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിലാണ് ഭാര്യയുടെ മായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദിവ്യയ്ക്ക് മറ്റൊരാളുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഇയാൾ പറയുന്നത്. അതേ തുടർന്നുണ്ടായ തർക്കങ്ങൾക്കൊടുവിൽ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും പൂർണ്ണമായും ഈ കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും കൊലപാതകമെന്ന് സംശയിക്കുന്നു എന്നുള്ള നിലയിലാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റും അവരുടേതായിട്ടുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഔദ്യോഗികമായ കാര്യങ്ങൾ വെളിപ്പെടുത്താനും പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പക്ഷേ കൊലപാതകമെന്ന സംശയത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുഞ്ഞുമോനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ദിവ്യയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. ഏതായാലും കുഞ്ഞുമോനെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യുകയാണ് പോലീസ്. സ്വാതി.